ഇന്നത്തെ പരിപാടി എന്താണെന്നറിയോ? നല്ല പഴുത്ത തക്കാളി കിട്ടി. അപ്പൊ കുറച്ച് കച്ചപ്പ് ഉണ്ടാക്കി വെക്കാം. അപ്പൊ എങ്ങനെ ഉണ്ടാക്കും നോക്കാം. വായോ. 1.5 കിലോ തക്കാളി ഉണ്ട് കേട്ടോ. അത് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് എന്താണെന്നറിയോ? ഒരു 4-5 അല്ലി വെളുത്തുള്ളി, ഒരു സവോള, ഒരു ചെറിയ സവോള അരിഞ്ഞത്, ഒരു 3 ഗ്രാമ്പു, ഒരു കഷ്ണം കറുവപ്പട്ട, ഒരു 1/4 സ്പൂൺ കുരുമുളക്, കുറച്ച് വെള്ളം, 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുള്ള. സ്റ്റൗ ഒക്കെ ഓൺ ചെയ്യുക. ഇത് ഒരു 3 വിസിൽ 4 വിസിൽ വന്നോട്ടെ, നന്നായിട്ട് വെന്തോട്ടെ. അപ്പോൾ അടച്ചു വെച്ചങ്ങ് വേവിക്കാം. നമുക്കേ കുക്കറൊന്ന് തുറന്നു നോക്കണ്ടേ? ഇതാ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇതാ നമ്മുടെ പട്ടയില്ലേ, പട്ടയും ഗ്രാമ്പും ഒക്കെ നമുക്കൊന്ന് എടുത്ത് കളഞ്ഞേക്കാവേ. തക്കാളി എല്ലാം നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ട് അരിച്ച് കൊണ്ടുവന്ന പൾപ്പാണിത് കേട്ടോ. അത് നമുക്കൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാവേ. ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കാവേ. നിങ്ങളുടെ വീട്ടിലെ കുഞ്ഞുങ്ങളുടെ എരിവിന് പാകത്തിന്, പിന്നെ കളറിന് പാകത്തിന്. ഞാൻ എന്തായാലും ഇപ്പം 2 സ്പൂൺ ഇട്ടേ, ചെറിയ സ്പൂണിന് 2 സ്പൂൺ. അതുപോലെ തന്നെ കുറച്ച് പഞ്ചസാര, ഒരു 1.5 സ്പൂൺ പഞ്ചസാര, പാകത്തിന് ഉപ്പ്. ഇത് നന്നായിട്ട് തിളച്ച് എല്ലാം വന്നതിന് ശേഷം ഇനി നമുക്ക് അതിനകത്തോട്ട് 1 സ്പൂൺ വിനാഗിരി ഒഴിച്ച് നമ്മുടെ ആ സോസിന്റെ ഒരു കൺസിസ്റ്റൻസി ഇല്ലേ, അതാവുമ്പോൾ ഓഫ് ചെയ്യുക. എന്നിട്ട് തണുത്ത് കഴിയുമ്പോൾ ചില്ല് ബോട്ടിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി. അത് കുഞ്ഞുങ്ങളൊക്കെ ഇഷ്ടം പോലെ എടുത്ത് കഴിച്ചോട്ടെ അല്ലേ. നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയില്ലേ, ഒരു കേടുമില്ലല്ലോ. കണ്ടോ? അത് ഒരു പ്ലേറ്റിൽ ഇങ്ങനെ ഒഴിച്ച് നോക്കിയിട്ട് നമുക്കറിയാൻ പറ്റും. അപ്പോൾ നമ്മുടെ ആ സോസിന്റെ കൺസിസ്റ്റൻസി ഒക്കെ സംഭവം റെഡി ആയിട്ടുണ്ട്. ഇത് തണുത്ത് കഴിയുമ്പോൾ നമ്മുടെ എല്ലാം ഉണ്ട് കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.